വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ജനറൽ സയൻസിലെ കെമിസ്ട്രി ക്ലാസ്സുകളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ റെയിൽവേ എക്സാമുകൾക്ക് പ്രധാനമായിട്ടും കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ നമ്മുടെ NCERT സയൻസിൽ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടീസ് എന്നാണ്. 10ലും ഉണ്ട്, +1ലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സുമാണ് സത്യത്തിൽ എന്തെന്ന് പറയുന്നത്, നമ്മുടെ പീരിയോഡിക് ടേബിൾ അതെങ്ങനെ വന്നു, എങ്ങനെയാണ് എലമെൻറ്റുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്, ആ കാര്യങ്ങളുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്നായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. മാത്രമല്ല എലമെൻറ്റുകളെ പറ്റി സത്യം പറഞ്ഞാൽ നമ്മളൊരു 5-6 ചോദ്യങ്ങൾ നോക്കിയപ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോഴും എല്ലാ ചോദ്യ പേപ്പറിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്ത് നിന്നൊരു ചോദ്യം സയൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് പഠിച്ചാൽ ഒരു മാർക്ക് നമുക്ക് ഏതാണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാനായിട്ട് പറ്റും. സിമ്പിളാണ്, വലിയ ടെക്നിക്കലി നമുക്ക് അല്ലെങ്കിൽ എന്താണ്, നമുക്ക് സയൻസിൽ കെമിസ്ട്രിയിൽ ഒരുപാട് പാണ്ഡിത്യമൊന്നും വേണ്ട, ഓർത്തു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും പറയുന്നു, PDF കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ, എലമെൻറ്റുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫൈ ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എലമെൻറ്റുകളുടെ ചില പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എന്താ പറയുന്നത്, ഒരു ഓർഡറിൽ ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ പോകുന്നുണ്ട്. ആ ഒരു കാര്യത്തേക്ക് മനസ്സിലാക്കിയാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്ത് എന്താക്കി വെച്ചിട്ടുള്ളത്, ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു പീരിയോഡിക് ടേബിൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ഇപ്പോൾ നിലവിൽ എത്ര എലമെൻറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 118 എലമെൻറ്റുകളാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നൊരു ചോദ്യം 2018 ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിരുന്നു. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ അന്ന് എഴുതിയവരുടെ ജോലി. അപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഔട്ട് ഓഫ് ദ 124 എലമെൻറ്റ്സ് എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയത്. 124 എലമെൻറ്റുകളിൽ എന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളാകെ എത്ര കണ്ടുപിടിച്ചിട്ടുള്ളൂ, 118. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തെറ്റെന്ന് പ്രൂവ് ചെയ്യാൻ അതിനകത്ത് പറയുന്ന കാര്യം നോക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് അതിനുള്ള ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചു വയ്ക്കുക. നിലവിൽ 118 എലമെൻറ്റുകളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്, അതിൽ 92 നാച്ചുറലി ഒക്കറിങ് ആണെന്നും 94 നാച്ചുറലി ഒക്കറിങ് ആണെന്നും അല്ല 98 നാച്ചുറലി ഒക്കർ ചെയ്യുന്നതെന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് NCERT ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ പറയുന്നത് 118-ൽ 98 എന്താണ്, നാച്ചുറലി ഒക്കറിങ് ആണ് ആസ് പെർ ദ NCERT. പക്ഷേ ബേസിക്കലി യുറാനിയം 92 യുറാനിയമാണ്, യുറാനിയം വരെയാണ് നാച്ചുറലി ഒക്കറിങ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്ന നെപ്റ്റ്യൂണിയവും പ്ലൂട്ടോണിയവും ഒക്കെയാണ്. ഈ നെപ്റ്റ്യൂണിയവും പ്ലൂട്ടോണിയവും ഒക്കെ നമ്മുടെ റേഡിയോ ആക്ടിവിറ്റി സമയത്തൊക്കെ ഫോം ചെയ്യുന്ന സാധനമാണ്. ഭൂമിയിൽ ട്രേസ് എമൗണ്ടിൽ ഇത് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്, അങ്ങനെയാണ് 94 പറയുന്നത്. പക്ഷേ NCERTയിൽ 98 പറയുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് NCERT ഫോളോ ചെയ്താൽ 98 പഠിച്ചു വയ്ക്കുക. മുന്നേ ഈ പറയുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഒരു പരീക്ഷയ്ക്ക് ആൻസർ കീ ആയിട്ട് കൊടുത്തത് 94. സോ അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും ഓപ്ഷനിൽ നോക്കി ചെയ്യുക. നമുക്കിപ്പോൾ NCERT നോക്കുമ്പോൾ 98 കാണുന്നത്. സോ ഞാനത് പറയുന്നു. അപ്പോൾ 118 എലമെൻറ്റുകൾ നിലവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 98 നാച്ചുറലി ഒക്കറിങ് ആണ്. ബാക്കി 20 എന്താണ്, നമ്മൾ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യുന്നതാണ്. ഈ എലമെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല പല ഗ്രൂപ്പുകളും അതുപോലെ തന്നെ എന്താണ് പീരീഡുകളും ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്താണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ, ഇന്നത്തെ പീരിയോഡിക് ടേബിൾ വന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ ഒറ്റയടിക്ക് എത്തുകയല്ല ചെയ്തത്. പല വർഷങ്ങളിൽ പല സയൻറ്റിസ്റ്റുമാർ എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും നടത്തിയ ആ ഒരു കണ്ടെത്തലുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഏർലി അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേ ആരൊക്കെയാണ് ഈ എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ആദ്യകാലത്തിൽ നമുക്ക് എലമെൻറ്റ് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ച 2 സയൻറ്റിസ്റ്റുകളെ പറ്റി പഠിക്കണം. ഒന്ന് ഡൊബ്രീനർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ട്രയാഡ് എന്ന പേരിൽ എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തു. അടുത്ത് ന്യൂലാൻഡ് എന്ന സയൻറ്റിസ്റ്റ് ഒക്ടാവിസ് എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ ആദ്യ ഫോമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ 19ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കുമാണ് നമ്മുടെ സയൻസിൽ നല്ല രീതിയിലൊരു വളർച്ച ഉണ്ടാകുന്നതും നമ്മൾ ഒരുപാട് എലമെൻറ്റുകൾ കണ്ടെത്തുന്നതും. അന്ന് വരെ നമുക്ക് ഇത്രത്തോളം ഇന്നുള്ള ഈ 118 അന്നില്ലായിരുന്നു. 19ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ വളരെ കുറച്ച് എലമെൻറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. സോ അന്ന് ക്ലാസിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരുന്നില്ല.
എന്നാൽ ഈ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആവശ്യമായി മാറി. അങ്ങനെ വന്നപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടേതായ രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, എലമെൻറ്റുകളെ വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഡൊബ്രീനറുടെ ട്രയാഡ്സ്. 1817 ഡൊബ്രീനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നത്, എലമെൻറ്റുകളെ ഗ്രൂപ്പ് ചെയ്യുന്നത്. അതായത് സിമിലർ പ്രോപ്പർട്ടീസ് വരുന്ന എലമെൻറ്റുകളെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി. അവിടെ നോക്കിയപ്പോൾ 3 എലമെൻറ്റുകൾ ചേരുന്ന ഓരോ ഗ്രൂപ്പുകളാണ് ഫോം ചെയ്തത്. 3 അതാണ് ട്രൈ, 3 എണ്ണം. അപ്പം 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പിനെ എന്തെന്ന് വിളിച്ചു, ട്രയാഡ്സ് എന്ന് വിളിച്ചു. നമ്മൾ പഠിക്കേണ്ടത് ട്രയാഡ്സ് ക്ലാസിഫിക്കേഷൻ. ട്രയാഡ്സ് എന്ന് എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്ത സയൻറ്റിസ്റ്റ് ആര്, ഡൊബ്രീനർ. ആരാണ്, ഡൊബ്രീനർ. അപ്പോൾ ഡൊബ്രീനറാണ് ട്രയാഡ്സ് കൊണ്ടുവന്നത്. ട്രയാഡ്സ് കൊണ്ടുവന്നത് ഡൊബ്രീനർ. അദ്ദേഹം പ്രധാനമായിട്ട് വന്നൊരു 3 ട്രയാഡ്സേ കണ്ടെത്താൻ പറ്റുള്ളൂ. അന്ന് ഈ പറയുന്ന പോലെ 118 ഇല്ലായിരുന്നല്ലോ. അന്നുള്ള എലമെൻറ്റുകളിൽ കുറേ എണ്ണത്തിനൊക്കെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ട്രയാഡ്സ് കണ്ടെത്തി. അപ്പോൾ ട്രയാഡ്സിൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തതെന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ ദ ഇൻക്രീസിങ് അറ്റോമിക് മാസ്. അപ്പോൾ ഡൊബ്രീനർ എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തത് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഒരു ആറ്റത്തിനകത്ത് നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉണ്ട്, നോ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസ് ഉണ്ട്, അതിന് ചുറ്റിലും എന്തുണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അങ്ങനെയുള്ള ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. പ്രോട്ടോണിൻ്റെ മാത്രം എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. അതൊരു ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ അത് പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ എന്ന് പറയാം, അതായത് ചാർജ് ഇല്ലാത്ത ആറ്റം ആണെങ്കിൽ. എങ്കിലും വാട്ട് ഈസ് അറ്റോമിക് നമ്പർ എന്ന് ബേസിക്കലി ചോദിച്ചാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ 2 പോയിന്റ് ഇവിടെ ഇല്ലാത്തത് നമ്മൾ പഠിക്കുകയാണ്. ഒന്ന് എന്താണ് അറ്റോമിക് നമ്പറും മറ്റൊന്ന് എന്താണ് മാസ്, അറ്റോമിക് മാസ്. മാസ് നമ്പർ എന്ന് വേണ്ട, അറ്റോമിക് മാസ് എന്നും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പറും പ്രോട്ടോണ് പ്ലസ് എന്താണ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് എന്ത്, അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൊബ്രീനർ അറ്റോമിക് മാസിന് ഉപയോഗിച്ചാണ് എലമെൻറ്റുകളെ എന്ത് ചെയ്തത്, ട്രയാഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ 3 എലമെൻറ്റുകൾ വരുന്ന ഗ്രൂപ്പിനെയാണ് അദ്ദേഹം എന്ത് വിളിച്ചത്, ട്രയാഡ്സ് എന്ന് വിളിച്ചത്. കണ്ടോ, ഇവിടെ കണ്ടോ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒരു ട്രയാഡ്, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം മറ്റൊരു ട്രയാഡ്. എന്നിങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ട്രയാഡാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇനി ഈ ട്രയാഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രയാഡ്സിൽ നടുക്കുള്ള എലമെൻറ്റ്, ഇപ്പോൾ ഇവിടെ സോഡിയം നമുക്ക് എടുക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ബാക്കി 2 പേരുടെയും അറ്റോമിക് മാസിൻ്റെ ആവറേജ് ആയിരിക്കും അല്ലെങ്കിൽ മീൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ 6ഉം ഈ പറയുന്ന 39ഉം കൂട്ടിയിട്ട് അതിൻ്റെ പകുതി മീൻ എടുക്കുക എന്ന് വെച്ചാൽ ടോട്ടൽ ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലേ. അപ്പോൾ ആവറേജ് എടുക്കുക എന്ന് വെച്ചാൽ 2 ടേംസ് ഉണ്ട് ബൈ നമ്പർ 2 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നടുക്കത്തെ ആളുടെ മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, അതിനകത്തൊരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തത്, ട്രയാഡ്സ് ഫോം ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ, ട്രയാഡ്സ് എന്ന ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഡൊബ്രീനർ. 3 എലമെൻറ്റുകളെ ചേർത്താണ് ട്രയാഡ്സ് ഫോം ചെയ്തത്. ട്രയാഡ്സിനെ അറേഞ്ച് ചെയ്ത് അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നടുക്കുള്ള ആളുടെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും ആളുടെ അറ്റോമിക് മാസിൻ്റെ സമ്മിൻ്റെ പകുതി അല്ലെങ്കിൽ അവർ 2 പേരുടെ അറ്റോമിക് മാസിൻ്റെ ആവറേജ് ആണ് നടുക്കുള്ള ആളുടെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇതാണ് ഡൊബ്രീനറിന് ട്രയാഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, അന്നുണ്ടായിരുന്ന എല്ലാ എലമെൻറ്റുകളെയും അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, ഓൾ ദ എലമെൻറ്റ്സ് ഡിസ്കവേർഡ് അറ്റ് ദ ടൈം കുഡ് നോട്ട് ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രയാഡ്സ്. ആകെ 3 എണ്ണം മാത്രമേ അദ്ദേഹത്തിന് പറ്റുകയുള്ളൂ. സോ അത് ശരിയായ ഒരു രീതിയായിട്ട് തോന്നിയില്ല, മാറ്റങ്ങൾ വന്നു. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂലാൻഡിൻ്റെ ഒക്ടേവീസ് എന്ന ക്ലാസിഫിക്കേഷൻ. ഒക്ടേവീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, സ രി ഗ മ പ ധ നി സ, സംഗീതത്തിൻ്റെ 7 എണ്ണം. അപ്പോൾ ഈ പറയുന്ന 7 അല്ലേ, 1 2 3 4 5 6 7 ഒക്ടേവീസ് എന്ന് പറയുമ്പോൾ 8 ആണെന്ന് തോന്നുന്നല്ലേ, 8. സാരിഗാമ പാതാനി വീണ്ടും ഒരു സാ വരും, അതാണ് എൻ്റെ രീതി. അപ്പോൾ ന്യൂലാൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഡൊബ്രീനറിനെ പോലെ തന്നെ അറ്റോമിക് മാസുകളെ അടിസ്ഥാനപ്പെടുത്തി 1860 അദ്ദേഹം എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അദ്ദേഹം കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ ആദ്യത്തെ 7 എണ്ണം കഴിഞ്ഞ് അടുത്ത 8ാമത് വരുന്ന എലമെൻറ്റ് ആദ്യം വരുന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നു. അതായത് സാ രി ഗ മ പാദ നി വീണ്ടും സായല്ലേ. അപ്പോൾ അതുപോലെയാണ് എന്ത് ചെയ്തത്, കണ്ടത്. അതുകൊണ്ടാണ് അതിന് എന്താണ് ഒക്ടേവീസ് എന്ന പേര് അദ്ദേഹം കൊടുത്തത്.
So when the elements are arranged according to their atomic masses, the physical and chemical property of every eighth element are similar to that of the first. ഇതിനെയാണ് എന്ത് ചെയ്തത് നമ്മുടെ മ്യൂസിക്കിലെ ഒക്ടേവിയസ് നോട്ടുമായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം കമ്പയർ ചെയ്തു, ഒക്ടേവിയസ് എന്നത് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ ചോദ്യം, ഒക്ടേവിയസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആര്? ന്യൂലാൻഡ്. ഒക്ടേവിയസ് ക്ലാസിഫിക്കേഷൻ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു? അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. എന്താണ് അവിടുത്തെ പ്രത്യേകത? നമ്മൾ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തപ്പോൾ എട്ടാമത് വരുന്ന ആൾ ആദ്യം വരുന്ന ആളുമായിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മാച്ചിങ് ആയിട്ട് വന്നു. അങ്ങനെ അതിനൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. പക്ഷേ അവിടെയും പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 40 എലമെൻറ്റുകളുടെ വരെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റി. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 40 കഴിഞ്ഞ് വീണ്ടും നമ്മൾ എലമെൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന നിയമങ്ങൾ ബാധകമല്ലാതായിട്ട് വന്നു. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ ന്യൂലി ഡിസ്കവേർഡ് ഡിഡ് നോട്ട് ഫിറ്റ് ഇൻ ടു ദ ലോ ഓഫ് ഒക്ടേവിയസ്. അതൊരു പ്രശ്നം. ഇനി ഒക്ടേവിയസിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ലെന്താനം പോലെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പിൽ തന്നെ 2 എലമെൻറ്റുകളെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതൊരു പണിയാണ്. അത് കറക്റ്റായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ അല്ല, അവിടെ ഒരു ടൈപ്പ് കാണിച്ചു. മാത്രമല്ല അൺലൈക്ക് എലമെൻറ്റുകളെ പലപ്പോഴും ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇവിടെ കൊബാൾട്ട് നിക്കൽ കണ്ടു, 2 എണ്ണത്തിന് ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഈ പറയുന്നതും നമുക്ക് ഒരു തെറ്റായിട്ട് മാറി. അപ്പോൾ ലിമിറ്റേഷൻസ് ഒന്ന്, ആദ്യത്തെ 40 പേരെ മാത്രമേ അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പുതിയതായി വന്നവരെ ക്ലാസിഫൈ ചെയ്യാൻ ഈ നിയമത്തിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല അൺലൈക്ക് എലമെൻറ്റുകളെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും മാത്രമല്ല ഒരു ഗ്രൂപ്പിൽ ഒന്നിലധികം എലമെൻറ്റുകളെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവും വന്നു. സോ ഇത് തെറ്റായിട്ടുള്ളൊരു തീരുമാനമായി നമുക്ക് മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞ 2 രീതിയൊക്കെ മാറ്റി കുറച്ചുകൂടി നല്ലൊരു സയൻറ്റിഫിക് രീതി കൊണ്ടുവന്നത് ആരാണ്? അത് നമ്മുടെ ദിമിത്രി മെൻഡലീവാണ്. ഓക്കെ, ദിമിത്രി മെൻഡലീവ് എന്ന് പറയുന്ന അദ്ദേഹം കൊണ്ടുവന്നതാണ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മെൻഡലീവും എന്ത് ചെയ്തു, അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് എന്ത് ചെയ്തത്, എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ പറയുന്ന എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തിട്ട് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി, അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തി അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവരെ ഈ കാണുന്ന പോലെ എന്താണ് നമ്മുടെ പീരീഡുകളും ഗ്രൂപ്പുകളുമായിട്ട് എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. നമ്മുടെ ഇന്നത്തെ പീരിയോഡിക് ടേബിളിലും പീരീഡുകളും ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം തുടങ്ങുന്നത് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിലാണ്. അപ്പോൾ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് അറ്റോമിക് മാസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ അറ്റോമിക് മാസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഡോബ്രീനർ ആയാലും ഒക്ടേവിയസ്, നമ്മളെ ന്യൂലാൻഡ് ആയാലും മെൻഡലീവ് ആയാലും അറ്റോമിക് മാസിന് ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. അവിടെ തന്നെയാണ് അവർക്ക് തെറ്റുപറ്റിയതും, പിന്നീട് നമ്മളത് പഠിക്കും. സോ വെൻ എലമെൻറ്റുകൾ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു അവരുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൽ. അപ്പോൾ എന്ത് പറ്റി, എലമെൻറ്റ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുകയും അങ്ങനെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്തു, അവരെ ക്ലാസിഫൈ ചെയ്ത് മെൻഡലീവ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള പീരിയോഡിക് ടേബിളിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 വെർട്ടിക്കൽ കോളമുണ്ട്, അങ്ങനെ 8 ഗ്രൂപ്പുകളുണ്ട്. എന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 എന്നിങ്ങനെ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട്. അപ്പോൾ 8 ഗ്രൂപ്പ്. ഇനി അതുപോലെ ഹൊറിസോണ്ടൽ റോസ് അഥവാ 7 പീരീഡുകളുണ്ട്. 1 2 3 4 5 6 7. അപ്പോൾ എത്രയാണ്, 7 പീരീഡ്. എത്ര പീരീഡ്, 7 പീരീഡ്. 1 2 3 4 6 7. അപ്പോൾ 7 പീരീഡ്, 1 2 3 4 5 6 7 8 ഗ്രൂപ്പ്. അപ്പോൾ 7 പീരീഡും 8 ഗ്രൂപ്പും അടങ്ങുന്ന ഒരു പീരിയോഡിക് ടേബിൾ അദ്ദേഹം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതിൽ 1 തൊട്ട് 8 വരെയുള്ള നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ സബ് ഗ്രൂപ്പ് കണ്ടോ, ഒന്നിനകത്ത് തന്നെ എ ബി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 8ാമത്തേതിൽ മാത്രം എന്താണ്, എ ബി ഇല്ല, അതായത് ഒറ്റ റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനത്തെ പീരിയോഡിക് ടേബിൾ അത്രയും ഡെപ്ത് നമുക്ക് പോകണ്ട. നമുക്കൊരു എക്സാമിൻ്റെ രീതിക്ക് മെൻ്റലി പീരിയോഡിക് ടേബിൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു, അവിടുത്തെ എത്ര പീരീഡ് ഉണ്ടായിരുന്നു, എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെയാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, കണക്കാക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആ പോയിന്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു കാലം വരെ ഇത് ശരിയാണെന്ന് കരുതി. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, ഇതും തെറ്റാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വന്നു. അതിന് മുമ്പായിട്ട് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഒന്ന് സിമിലർ പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റുകളെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു.
ഇനി ചില അന്നത്തെ കാലത്ത് നമ്മൾ കുറേ എലമെൻറ്റുകളുടെ അറ്റോമിക് മാസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് കുറച്ച് തെറ്റുണ്ടായിരുന്നു. ആ അറ്റോമിക് മാസുകളെ കറക്റ്റ് ചെയ്യാൻ സാധിച്ചു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബെരീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 13.5 എന്നുണ്ടായിരുന്നു. അത് നമുക്ക് കറക്റ്റ് 9 ആണെന്ന് കണ്ടെത്താൻ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ച് സാധിച്ചു. മാത്രമല്ല അന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത എന്നാൽ ഭാവിയിൽ കണ്ടെത്തും എന്ന് പറഞ്ഞ അദ്ദേഹം കുറേ എലമെൻറ്റുകളെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോറോൺ, അലൂമിനിയം, സിലിക്കൺ എന്നൊക്കെയാണ് അന്ന് അതിന് പേര് കൊടുത്തത്. എന്നാൽ പിന്നീട് നമ്മളതിനെ കണ്ടുപിടിച്ചിട്ട് സ്കാൻഡിയം, ഗാലിയം, ജെർമാനിയം എന്നൊക്കെ പേര് കൊടുത്തു. അതായത് അദ്ദേഹം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോയ സമയത്ത് ഈ പറയുന്ന സ്ഥലത്ത് ഒരാൾ വരാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ ഇല്ല, പിന്നീട് കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, കുറേ സ്ഥലത്ത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വരാൻ സാധ്യതയുള്ളവരെയൊക്കെ അദ്ദേഹം പ്രെഡിക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടി. ഇതെല്ലാം പോരാഞ്ഞിട്ട് നോബിൾ ഗ്യാസുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? നിഷ്ക്രിയ വാതകങ്ങളെന്ന് പറഞ്ഞ നോബിൾ ഗ്യാസ് ഔട്ടർ മോസ്റ്റിൽ 8 ഉള്ളത്. അങ്ങനത്തെ ഒരു ആൾക്കാരെ പിന്നീട് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റി, ഈ പറയുന്ന 8 അല്ലാതെ 0 ഗ്രൂപ്പ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാനും പിന്നീട് സാധിച്ചു. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻസ് അദ്ദേഹം ഇട്ടിരുന്നത് കൊണ്ട് അതൊരു നല്ല പീരിയോഡിക് ടേബിളാണ്. അതുകൊണ്ടാണ് ഞാനത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. എങ്കിലും തെറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രീവിയസ് ചോദ്യം വന്നിട്ടുണ്ട്. നമ്മുടെ മെൻ്റലീവ് പീരിയോഡിക് ടേബിളിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അതിൽ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അതായത് ഹൈഡ്രജനെ ഇവിടെ വയ്ക്കുമോ അതോ ഇവിടെ വയ്ക്കുമോ അതോ ഇവിടെ വയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടായിരുന്നു? മെൻ്റലീവിന് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ മെൻ്റലീവ് പീരിയോഡിക് ടേബിളിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്തെന്ന് ചോദിച്ചാൽ ഒന്ന് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. കാരണം നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആൽക്കലി മെറ്റലിൻ്റെയും ഹാലോജൻ്റെയും പ്രോപ്പർട്ടീസ് കാണിച്ചു. ആൽക്കലി മെറ്റലും ഹാലോജനും ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകൾ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചു തരാം. അതായിരിക്കും നല്ലത്. മറന്നുപോയിട്ടുള്ളതാണ് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആൽക്കലി മെറ്റലിൻ്റെയും ഹാലോജൻ്റെയും പ്രോപ്പർട്ടി ഹൈഡ്രജൻ കാണിച്ചുകൊണ്ട് ഇവർ 2 ഗ്രൂപ്പിലും അങ്ങോട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരിടത്ത് കൊണ്ടുവച്ചിട്ട് ഇന്ന കാര്യമുണ്ടെന്ന് പറയാനോ മെൻ്റലീവിന് സാധിച്ചില്ല. ഐസോടോപ്പുകളെ ഒരുമിച്ച് വെച്ചു. ഐസോടോപ്പ് എന്ന് വെച്ചാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അറ്റോമിക് മാസ് വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പോൾ സെയിം ആയിട്ടുള്ള അറ്റോമിക് നമ്പറും വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പറും, അറ്റോമിക് നമ്പർ മാസ് നമ്പർ ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞു തന്നു, വരുന്ന എലമെൻറ്റുകളാണ് എന്ത്, ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഹൈഡ്രജനും 3 പേരുണ്ട്. പ്രോട്ടിയം, ഡ്യൂട്രിയം, ട്രിഷ്യം എന്നിങ്ങനെ പറഞ്ഞ് 3 പേരുണ്ട്. കേട്ട് പേടിക്കണ്ട, പിന്നീട് പഠിക്കാം. ഓക്കെ, അങ്ങനെ 3 പേരുണ്ട്. ഈ 3 പേരുടെ അറ്റോമിക് നമ്പർ 1ഉം മാസ് നമ്പർ ഡിഫറൻറ്റുമാണ്. അതായത് ഇപ്പോൾ പ്രോട്ടിയത്തിന് 1, ഡ്യൂട്രിയത്തിന് അറ്റോമിക് മാസ് 2ആണ്, പക്ഷേ അറ്റോമിക് നമ്പർ 1ആണ്. ട്രിഷ്യത്തിന് അറ്റോമിക് മാസ് 1ആണ്, അറ്റോമിക് നമ്പർ 1ആണ്, അറ്റോമിക് മാസ് എന്താണ്, 3ആണ്. പക്ഷേ ഇവരെയൊക്കെ എന്ത് ചെയ്തു, ഒരുമിച്ച് അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഐസോടോപ്പുകളെ പറ്റി അന്ന് വലിയൊരു ധാരണ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഐസോടോപ്പുകൾ ഒരുമിച്ച് വെച്ചു, മറ്റൊരു തെറ്റ്. ഇനി ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചു. അതായത് ഇപ്പോൾ കൊബാൾട്ട് അതുപോലെ നിക്കൽ എന്ന് പറയും, ഇതിപ്പോൾ അതല്ല, കൊബാൾട്ട് നിക്കൽ എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഈ പറയുന്ന കൊബാൾട്ടിൻ്റെ അറ്റോമിക് വെയിറ്റ് ഹയർ ആണ്, പക്ഷേ അതിനെ എന്ത് ചെയ്തു, നിക്കലിന് മുമ്പായിട്ട് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ കറക്റ്റ് ഓർഡറിലല്ല വന്നത്, അവിടെ തെറ്റ് പറ്റി. ഇനി ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. പ്ലാറ്റിനവും ഗോൾഡും സിമിലർ പ്രോപ്പർട്ടീസാണ്, പക്ഷേ അവർ എന്ത് ചെയ്തു, വ്യത്യസ്തമായ ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. ഞാൻ തിരിച്ചാണ് പറഞ്ഞത് അല്ലേ? സിമിലർ ആയിട്ടുള്ളവർ എന്ത് ചെയ്തു, ഡിഫറൻറ്റ് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അത് മറ്റൊരു തെറ്റ്. ഇനി ഈ പറയുന്ന എലമെൻറ്റുകൾ എന്തുകൊണ്ട് പീരിയോഡിസിറ്റി കാണിച്ചു എന്നുള്ള കാര്യത്തിലും മെൻ്റലീവ് വ്യക്തമായിട്ടുള്ളൊരു കാര്യം, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പറ്റാത്ത വന്നപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ നമുക്ക് തെറ്റാണെന്ന് തോന്നി. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവെന്ന് പറയുമ്പോൾ നമ്മൾ മെൻ്റലീവിനെയാണ് പറയുന്നത്, ശ്രദ്ധിച്ചോളണേ. പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ ആകുമ്പോൾ ഹെൻറി മോസ്ലി. പക്ഷേ ഈ വെറും പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ ആരെന്ന് ചോദിച്ചാൽ, കാരണം ആദ്യമായിട്ട് ഇങ്ങനെ വൃത്തിയായ ഒരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് മെൻ്റലീവ് ആയതുകൊണ്ട് പീരിയോഡിക് ടേബിൾ, അതൊരു പ്രീവിയസ് ചോദ്യമാണ്, ഞാനത് ഇടാൻ മറന്നുപോയി, ഞാൻ PDF-നകത്ത് അത് ആഡ് ചെയ്തോളാം. മെൻ്റലീവിനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന് മാത്രം ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് മെൻ്റലീവ് ആണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ വരുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കൊണ്ട് ഞാൻ അത് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.